महाभारतम् महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. മഹാഭാരതത്തിൽ ഇനി അങ്ങോട്ട് കഥകളേക്കാളും കൂടുതൽ ഓരോരോ സംഭവ വികാസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ തനിമ ഒട്ടും ചോരാതെ നമുക്ക് കേൾക്കാൻ അറിയാൻ സാധിക്കണമെങ്കിൽ ആ സന്ദർഭത്തിൽ അവർ ഓരോരുത്തരും പറഞ്ഞ സംഭാഷണങ്ങൾ അത് അതുപോലെ കേൾക്കണം. അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ അത് ആ വാക്കുകൾ അതേപോലെ തന്നെ പറയണമെങ്കിൽ ഈ പുസ്തകം നോക്കി പറയുന്നതാവും കൂടുതൽ ഉചിതം എന്നതിനാൽ ഞാൻ ഇനി കൂടുതലും പുസ്തകം വായിച്ച് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇനി പറയുക. കാരണം പല സംഭാഷണങ്ങളുമാണ് മഹാഭാരതത്തിൻ്റെ ഒരു ഗാംഭീര്യത്തെ വെളിപ്പെടുത്തി തരുന്നത്. ഒപ്പം തന്നെ ഓരോ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തി തരുന്നതും ഇവർ നടത്തുന്ന ആ സംഭാഷണങ്ങളാണ്. അങ്ങനെ ആ രാജസൂയ യാഗത്തിൻ്റെ വേദിയിൽ നാരദ മഹർഷി അടക്കമുള്ള ദേവർഷിമാർ സന്നിഹിതരായി. അതിനുശേഷം ഭീഷ്മർ ധർമ്മപുത്രരോട് പറയുകയാണ്, ഇവിടെ അർഘ്യം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ അർഘ്യം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. ആചാര്യന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക്, ഋത്വിക്ക്, ബന്ധു, സ്നാതക ബ്രാഹ്മണൻ എന്ന് നേരത്തെ നമ്മൾ കണ്ടു, അതുപോലെ സ്നേഹിതൻ, പിന്നെ ഏതെങ്കിലും ഒരു രാജാവ്. ഇവർ 6 പേരാണ് അർഘ്യത്തിന് അർഹരായിട്ടുള്ളവർ. അവർ ഒരു വർഷം ഇവിടെ നമ്മുടെ കൂടെ ജീവിച്ചാലും പുതിയ അതിഥികൾ, ഇപ്പോൾ വന്ന അതിഥികളെ പോലെ അവരെ പൂജിക്കേണ്ടതാണ്. ഇങ്ങനെ വളരെ കാലം കൊണ്ട് നമുക്ക് ഇപ്രകാരമുള്ള ഓരോരുത്തരെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഓരോ വിഭാഗത്തിലും നമുക്ക് ശ്രേഷ്ഠരായ ആളുകൾ ഉണ്ട്. എങ്കിലും ഇതിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരാൾക്കാണ് അർഘ്യം കൊടുക്കേണ്ടത് എന്ന് ഭീഷ്മർ പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാണ്? ആർക്കാണ് ഞാൻ അർഘ്യം കൊടുക്കേണ്ടത്? അപ്പോൾ ഭീഷ്മർ പറയുന്നു, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാണ്. അങ്ങ് കൃഷ്ണനാണ് അർഘ്യം കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അർഘ്യം കൊടുക്കണം എന്ന് പറഞ്ഞത് എന്നതിന് ഒരു വിശദീകരണം കൊടുക്കുകയാണ് ഭീഷ്മർ. ഇവൻ എല്ലാവരേക്കാളും ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും മുൻപനാണ്. ജ്യോതിസ്സുകളുടെ ഇടയിൽ ഭാസ്കരനെ പോലെ തപിക്കുന്നവനാണ്. സൂര്യനില്ലാത്തിടത്ത് സൂര്യനാണ്, കാറ്റില്ലാത്തിടത്ത് കാറ്റാണ്. അപ്രകാരമാണ് ഈ സഭയെ തെളിയിച്ച് കൃഷ്ണൻ ആഹ്ലാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഭീഷ്മർ പറഞ്ഞ സമയത്ത് അനുജനായിട്ടുള്ള, അതായത് പാണ്ഡവരിൽ ഇളയ ആളായിട്ടുള്ള സഹദേവൻ ഭഗവാന് ഉത്തമമായ അർഘ്യം നൽകി. അങ്ങനെ ശാസ്ത്രപ്രകാരം ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വാസുദേവനെ അഗ്രപൂജ ചെയ്തത്, ആദ്യം പൂജിച്ചത് അവിടെ ഉണ്ടായിരുന്ന ശിശുപാലന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ശിശുപാലന് ഭഗവാനോടുള്ള വൈരത്തിന് പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഭഗവാൻ വിവാഹം ചെയ്ത രുക്മിണിയെ വിവാഹം കഴിക്കണമെന്ന് ഈ ശിശുപാല രാജാവ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതുപോലെ തന്നെ ജരാസന്ധന്റെയൊക്കെ ഒരു വലം കൈയായിരുന്നു ഈ ശിശുപാലൻ. അപ്പോൾ ജരാസന്ധനെയും ഭഗവാൻ കൗശലത്തോടുകൂടി അവിടെ കടന്നു ചെന്ന് കൊന്നു എന്നത് ഈ ശിശുപാലനൊന്നും തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല.
ഇങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാനോടുള്ള ആ വൈരമാണ് ശിശുപാലൻ ഇനി കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിന് പുറകിലും ഒരു രഹസ്യമുണ്ട്. കാരണം നമ്മൾ ഭാഗവതത്തിൽ കണ്ട കഥയാണ് ജയവിജയന്മാരുടെ കഥ. ആ ജയവിജയന്മാരിൽ ജയന്റെ മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലൻ. ഇതിനു മുൻപ് ഹിരണ്യകശിപുവും രാവണനും ആയിട്ട് ജനിച്ചത് ഇതേ ജയനാണ്. ഇപ്പോൾ മൂന്നാമത്തെ ജന്മമായി. ഈ ജന്മത്തിലാണ് ശരിക്കും ഭഗവാനിൽ നിന്ന് ആ വധം ഉണ്ടായിട്ട് ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് ഭഗവാനിലേക്ക് ലയിക്കേണ്ടത് ഈ ജന്മത്തിലാണ്. അപ്പോൾ അതിനുള്ള മരുന്നിട്ട് കൊടുക്കുകയാണ് ശിശുപാലൻ. അപ്പൊ അതും ഭഗവാന്റെ ഒരു നിശ്ചയമാണ്. ശിശുപാലൻ അവിടെ നിന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. മഹാത്മാക്കളായ മഹാരാജാക്കന്മാർ സദസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ വൃഷ്ണിവംശജാതനായ ഇവൻ രാജാവിനെ പോലെ ഈ രാജപൂജയ്ക്ക് അർഹനല്ല. കാരണം നേരത്തെ ഭീഷ്മർ പറഞ്ഞിരുന്നു ആരെയൊക്കെയാണ് അർഘ്യം ചെയ്ത് സ്വീകരിക്കേണ്ടത് എന്ന്. അപ്പോൾ ശിശുപാലന്റെ കണ്ണിൽ ഇതിലൊന്നിലും കൃഷ്ണൻ പെടില്ല എന്നാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ ഇപ്പോഴും ദ്വാരകയിലെ രാജാവല്ല, മറിച്ച് അവിടെ എല്ലാം നോക്കി നടത്തുന്ന ഒരാളാണ്. അതായത് ഇപ്പോഴും ഉഗ്രസേനൻ തന്നെയാണ് അവിടെ രാജാവ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവൻ രാജാവല്ല. പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇവനെ പൂജിച്ചത്? നിങ്ങൾ തന്നിഷ്ടം മൂലം ഈ കൃഷ്ണനെ പൂജിച്ചത് നന്നായില്ല. എന്നിട്ട് വിളിക്കുകയാണ് ബാലരായ പാണ്ഡവരെ, അതായത് കുട്ടികളെ പോലെ കൃഷ്ണൻ പറയുന്നതെല്ലാം ശരി എന്നും പറഞ്ഞ് വിശ്വസിക്കുന്ന അല്ലയോ പാണ്ഡവരെ, നിങ്ങൾ സൂക്ഷ്മമായ ധർമ്മം അറിയുന്നില്ല. വിവരമില്ലാത്തവനും അല്പം മാത്രം കാണുന്നവനാണ് ഈ ഗംഗാ നദിയുടെ പുത്രനായ ഭീഷ്മർ. നിങ്ങൾ ഈ ഭീഷ്മരുടെ വാക്ക് കേട്ടാണ് ഈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്, അധർമ്മമാണ്. രാജാവല്ലാത്ത ഈ കൃഷ്ണൻ രാജാക്കന്മാരുടെ നടുവിൽ നിങ്ങൾ പൂജിച്ച വിധം പൂജയ്ക്ക് അർഹനാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനിയിപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്കാണോ നിങ്ങൾ കൃഷ്ണനെ പൂജിച്ചത്? അങ്ങനെയെങ്കിൽ കൃഷ്ണന്റെ അച്ഛനായ വസുദേവർ ഇവിടെ ഇരിക്കുന്നില്ലേ? എങ്കിൽ അദ്ദേഹത്തെയല്ലേ പൂജിക്കേണ്ടത്? ഇനി ചോദിക്കുന്നു, നിങ്ങൾ ഒരു ബന്ധു എന്ന നിലയ്ക്കാണ് പൂജിച്ചതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട്, കൃഷ്ണനേക്കാളും ശ്രേഷ്ഠനായിട്ട് ഇവിടെ ദ്രുപദനില്ലേ? ഇനി ആചാര്യന്റെ നിലയ്ക്കാണ് നിങ്ങൾ പൂജ ചെയ്തതെങ്കിൽ ദ്രോണരില്ലേ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടാണ് ശിശുപാലൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഋത്വിക്കിന്റെ നിലയിലാണ് സൽക്കരിച്ചതെങ്കിൽ വ്യാസരില്ലേ? പിന്നെ ഭീഷ്മൻ നേരത്തെ കുറ്റം പറഞ്ഞതാണ്, എന്നിട്ടും പറയുന്നു ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്, പുരുഷന്മാരിൽ വെച്ച് ഉത്തമനാണ്. അങ്ങനെയെങ്കിൽ ഭീഷ്മരെയല്ലേ പൂജിക്കേണ്ടത്? നേരത്തെ ഈ ശിശുപാലനെ ക്ഷണിക്കാനായിട്ട് ഭീമൻ പോയപ്പോൾ വളരെ നല്ല രീതിയിലാണ് ശിശുപാലൻ സത്കരിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുകയാണ് ശിശുപാലൻ. ഞാൻ ഈ കൗന്ദേയന്, അതായത് യുധിഷ്ഠിരന് കപ്പം കൊടുത്തത് ലോഭത്താലല്ല, അവനോടുള്ള എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഒരു സാന്ത്വം, അതായത് ഒരു ബന്ധത്താലുമല്ല. ഇവൻ ഒരുപാട് സത്കർമ്മം ചെയ്യുന്നവനാണ്, അതായത് ഈ യുധിഷ്ഠിരൻ. അതുകൊണ്ട് ഒരു ചക്രവർത്തി പദം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വെച്ച് ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തതിനോട് എനിക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ സാധിക്കില്ല. രാജസദസ്സിൽ വെച്ച് ലക്ഷണം കെട്ട കൃഷ്ണന് അർഘ്യപൂജ കഴിച്ചത് ധിക്കാരമല്ലേ എന്നാണ് ശിശുപാലൻ ചോദിക്കുന്നത്. ഈ പ്രവൃത്തി മൂലം ധർമ്മപുത്രർ ധർമാത്മാവ് എന്ന പേര് കളഞ്ഞു കുളിച്ചു. ഇങ്ങനെ ധർമ്മച്യുതനായ അവലക്ഷണത്തിനെ, കൃഷ്ണനെയാണ് പറയുന്നത്, അവലക്ഷണത്തിനെ ആരെങ്കിലും പൂജിക്കുമോ? വൃഷ്ണിവംശോദ്ഭവനാണ് ഇവൻ. ഇവനാകട്ടെ ജരാസന്ധ രാജാവിനെ ചതിച്ചു കൊന്ന കൊലപാതകിയാണ്. കൃഷ്ണന് അർഘ്യം നൽകി ഈ യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ കൊള്ളരുതാത്തരം വെളിവാക്കി. ഈ പാർത്ഥർ ഭീരുക്കളും കൃപണന്മാരും പാവങ്ങളുമാണെങ്കിൽ ഹേ കൃഷ്ണ, നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിനക്കിതിന് അർഹതയുണ്ടോ എന്ന് നിനക്കൊന്ന് ചിന്തിക്കാമായിരുന്നില്ലേ? ഈ കൃപണന്മാർ നൽകുന്ന പൂജ അനർഹനായ നീ
അനുമോദിച്ചു വാങ്ങിയത് നന്നായോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കൃഷ്ണ. എന്നിട്ട് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. തനിക്ക് അർഹതയില്ലാത്തത് മെച്ചപ്പെട്ടതാണെന്ന് നീ ഭാവിക്കുന്നു. ഏതുപോലെ എന്നാൽ ഹവിസിന്റെ ഭാഗം ആരും കാണാത്തിടത്ത് വെച്ച് തിന്നുന്ന പട്ടിയെപ്പോലെ നാണമില്ലാതെ നീ യോഗ്യത നടിക്കുന്നു എന്നാണ് ശിശുപാലൻ ഇവിടെ പറയുന്നത്. അതും പോരാഞ്ഞിട്ട് നപുംസകം പെണ്ണിനെ വേട്ട മാതിരി, അന്ധന് വെളിച്ചം കിട്ടുന്ന മാതിരി, രാജാവല്ലാത്ത നിനക്ക് ഈ പൂജ ചേർന്നതാണോ? യുധിഷ്ഠിരനെയും കണ്ടു, ഭീഷ്മന്റെ മട്ടും കണ്ടു. കൃഷ്ണനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇതെല്ലാം അങ്ങ് സ്വീകരിക്കുന്നു, ഭേഷായിരിക്കുന്നു എന്നൊക്കെ ശിശുപാലൻ കളിയാക്കുകയാണ്. അങ്ങനെ ദേഷ്യം വന്ന ചേതി രാജാവ് അവിടെ കൂടിയ രാജാക്കന്മാരോട് ചോദിക്കുകയാണ്, എന്തായാലും എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ വരൂ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാം. അങ്ങനെ ആകപ്പാടെ ആ രാജസൂയ യാഗത്തെ മുടക്കാനും അലങ്കോലമാക്കാനും ശ്രമിക്കുകയാണ് ശിശുപാലൻ. എന്നാൽ വളരെ നയത്തിൽ യുധിഷ്ഠിരൻ ശിശുപാലനോട് പറയുകയാണ്, രാജാവേ, അങ്ങിങ്ങനെ കോപിഷ്ഠനാകരുത്. ഭഗവാനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് അങ്ങേക്ക് മാത്രമാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസം. നോക്കൂ, മറ്റെല്ലാ രാജാക്കന്മാരും ഇതനുസരിക്കുന്നു, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നു. പിന്നെ അങ്ങേക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം എന്ന് യുധിഷ്ഠിരൻ വളരെ വിനയത്തോടുകൂടെ ചോദിച്ചപ്പോൾ ഭീഷ്മർക്ക് ദേഷ്യം വന്നു. ഭീഷ്മർ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, അങ്ങെന്തിനാണ് ഇവനോടൊക്കെ ഇങ്ങനെ താണു വീണ് കേഴുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിനുള്ള അർഹത ഇവനില്ല. ലോകത്തിൽ ഏറ്റവും വൃദ്ധൻ എന്ന് വെച്ചാൽ അർഹനായിട്ടുള്ള, ഇതുപോലെ അർഘ്യത്തിന് അർഹനായിട്ടുള്ള മറ്റൊരാളില്ല. അങ്ങനെയുള്ള കൃഷ്ണനെ അർച്ചിക്കുന്നത് സഹിക്കാത്ത ഇവനോട് ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ വിനയത്തോടെ സംസാരിക്കുന്നത്? ഇവൻ അത് അർഹിക്കുന്നില്ല. ക്ഷത്രിയനോട് പോരാടി ജയിച്ചു കീഴടക്കിയാൽ ആ പോരാളിക്ക് അവൻ ഗുരുവാണ്. ഈ സദസ്സിൽ സാത്വതീപുത്രനായ കൃഷ്ണൻ പോരിൽ തന്റെ ശക്തിയാൽ ജയിക്കാത്തതായ ഒരു രാജാവിനെയും ഞാൻ കാണുന്നില്ല. നമുക്കു മാത്രം അർച്ച്യനല്ല അച്യുതൻ, ആ മഹാഭുജൻ ഈ 3 ലോകത്തിലും ഏറ്റവും അർച്ച്യനാണ്. കൃഷ്ണൻ അസംഖ്യം ക്ഷത്രിയന്മാരെ പോരിൽ ജയിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണനിൽ വിശ്വമൊക്കെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അത് ഓർത്ത് അന്യവൃദ്ധരെ വിട്ട് ഞാൻ കൃഷ്ണനെ അർച്ചിക്കാൻ പറഞ്ഞു. ജന്മം മുതൽ, അതായത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ച മുതൽ ചെയ്ത മഹാകാര്യങ്ങൾ, വലിയ ലീലകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഭീഷ്മർ പറയുകയാണ്. ഇവൻ സുഖങ്ങളെ സർവചരാചരങ്ങൾക്കും നൽകുന്നവനാണ്. ക്ഷത്രിയരിൽ ബലം കൂടിയവനും വൈശ്യരിൽ സമ്പന്നനും ശൂദ്രരിൽ വയസ്സുകൊണ്ട് മൂപ്പ് കൂടിയവനുമാണ് പൂജാർഹൻ. ബ്രാഹ്മണരിൽ ജ്ഞാനം അധികമുള്ളവനും. ഗോവിന്ദന്റെ പൂജ്യതയ്ക്ക് 2 കാരണമുണ്ട്: വേദാംഗ വിജ്ഞാനവും അതുല്യമായ മഹാബലവും. മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ പൂജ്യനായിട്ട് വേറെ ആരാണുള്ളത്? ലോകത്തിന്റെ ഉത്പത്തിയും പ്രളയവും കൃഷ്ണനിൽ നിൽക്കുന്നു. കൃഷ്ണൻ കാരണമാണ് ഇന്ന് ഈ കാണുന്ന വിശ്വവും സകല ചരാചരവും. ഇവൻ പ്രകൃതിയും അവ്യക്തനും കർത്താവും ആദ്യനും അനന്തനും സനാതനനും സർവഭൂതങ്ങൾക്കും പൂജ്യനുമാണ്. അതുകൊണ്ട് ഏറ്റവും പൂജാർഹനാണ്. ഇങ്ങനെ ഭഗവാന്റെ മഹത്വം ഒരു വിശ്വരൂപ വർണ്ണനയായിട്ടാണ് ഭീഷ്മർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ മഹത്വം എല്ലാവരോടും വിളിച്ചോതിക്കൊണ്ട് ഭീഷ്മർ ഇപ്രകാരം ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹദേവനാണല്ലോ അർഘ്യം കൊടുത്തത്. സഹദേവൻ പറഞ്ഞു, കൃഷ്ണന് അർഘ്യം കൊടുത്തത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം അവരുടെ തലയിൽ ഞാൻ എൻ്റെ കാൽ വയ്ക്കുന്നു എന്ന് വെച്ചാൽ, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങളെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ സന്നിഹിതനായ നാരദ മഹർഷി പറയുകയാണ്, കൃഷ്ണനെ ആദരിക്കാത്തവർ ജീവച്ഛവങ്ങളാണ്, അവരോട് ആരും മിണ്ടരുത്. അതേസമയം ശിശുപാലൻ അറിയാം മറ്റുള്ള രാജാക്കന്മാരിലും ഇത് ഇഷ്ടപ്പെടാത്തവരുമുണ്ട്.
അതുകൊണ്ട് ശിശുപാലൻ പറഞ്ഞു, ഞാനിതാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. കൃഷ്ണന് ഈ അർഘ്യം കൊടുത്തത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കൂ, നമുക്കിവരോട് യുദ്ധം ചെയ്യാം. അങ്ങനെ ആകെ അവിടെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയാണ്. സത്യത്തിൽ ശിശുപാലൻ ആ ഒരു രാജസൂയ യാഗവേദിയെ അലങ്കോലമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുകയാണ്, പിതാമഹ, ഇനി ഞാൻ എന്ത് ചെയ്യും? യാഗം മുടങ്ങുമോ? ഇത് മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് തന്നെ ഒരു വഴി പറഞ്ഞു തരൂ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, നീ പേടിക്കണ്ട. ഈ സിംഹം ഉറങ്ങുന്ന സമയത്ത് നായ്ക്കൾ വെറുതെ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. അതായത് ഇവിടെ സിംഹമായ കൃഷ്ണൻ മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നവരൊക്കെ ഇങ്ങനെ അനാവശ്യമായി ഒച്ചപ്പാടുണ്ടാക്കുന്നത്. കൃഷ്ണൻ ഒന്നറിഞ്ഞു പെരുമാറിയാൽ ഇവരൊക്കെ അടങ്ങിക്കൊള്ളും. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് ഭീഷ്മർ സമാധാനിപ്പിക്കുകയാണ്. ഇത് കേട്ട് ഭീഷ്മരുടെ നേർക്കായി ശിശുപാലന്റെ ക്രോധം. ശിശുപാലൻ ചോദിക്കുകയാണ്, കൃഷ്ണനെ വാഴ്ത്താൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? നീയും ഒരു നപുംസകം പോലെയല്ലേ? നീ വലിയ ബ്രഹ്മചാരിയാണെന്നൊക്കെയാണ് ഭാവം. എന്നിട്ടാണോ ആ പാവം പിടിച്ച അമ്പയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? എന്നിട്ട് അവളെ വിവാഹം കഴിച്ചതുമില്ല. വലിയ മേനി പറഞ്ഞു നടക്കുകയാണ് കുരുവൃദ്ധൻ എന്നൊക്കെ. നാണമില്ലേ നിനക്ക് എന്നൊക്കെ ഭീഷ്മരോടും പറയുകയാണ്. അതുപോലെ ഭഗവാന്റെ മഹത്വം പറഞ്ഞ വേളയിൽ ഭഗവാൻ വളരെ ചെറുപ്പത്തിൽ ചെയ്ത പല വീരകൃത്യങ്ങളും ഭീഷ്മർ പറഞ്ഞിരുന്നു. അതിനെയും കളിയാക്കുകയാണ് ശിശുപാലൻ. ഈ കൃഷ്ണൻ ചെയ്ത പൂതനാവധം നീ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളൊക്കൊന്ന് വിറച്ചുപോയി. പക്ഷേ ഈ കൃഷ്ണനെ വാഴ്ത്തുന്ന നിന്റെ നാവ് 100 പിളരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ബാലന്മാർ സ്തുതിക്കുന്ന ഈ ഇടയ ചെറുക്കനെ നീ സ്തുതിക്കുവാൻ തുടരുന്നുണ്ടല്ലോ. നീ ജ്ഞാനവൃദ്ധനാണെന്നൊക്കെയാണ് കേൾവി. എന്ത് ജ്ഞാനം? ഈ കൃഷ്ണൻ ചെറുപ്പത്തിൽ ഏതോ ഒരു പക്ഷിയെ കൊന്നു. അതിലൊക്കെ എന്താണ് ഇത്ര അത്ഭുതം? അതായത് ബകാസുരനെ, അതൊക്കെയാണ് പറയുന്നത്. അതിലിപ്പോ എന്താണ് അത്ഭുതം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്തോ പുറ്റുപോലുള്ള ഗോവർദ്ധന കുന്ന്, അതായത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഗോവർദ്ധന കുന്ന് 7 ദിവസം പൊക്കി പിടിച്ചു അത്രേ. ഇതാണത്രേ മറ്റൊരത്ഭുതം. ഇതിലൊന്നും ഞാനൊരത്ഭുതവും കാണുന്നില്ല. ഇങ്ങനെയാണ് ശിശുപാലൻ പറയുന്നത്. പിന്നെ ഏതോ ഒരു വണ്ടി കാലുകൊണ്ട് ചവിട്ടി മുകളിലേക്ക് തെറിപ്പിച്ചു അത്രേ. ഇതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശിശുപാലൻ കാണുന്നത്, ഭഗവാനെ കാണുന്നത് ഇങ്ങനെയാണ്. സ്വന്തം അമ്മാവനെ കൊന്ന ഇവന് എന്ത് മഹത്വമാണുള്ളത്? സ്ത്രീവധം പാടില്ല എന്നല്ലേ? എന്നിട്ട് ഇവൻ ആദ്യം കൊന്നത് പൂതനയെ എന്ന സ്ത്രീയെയല്ലേ? പിന്നെ എന്ത് മഹത്വമാണ് ഇവനുള്ളത്? ഇനി മറ്റൊരു ദേഷ്യം, ജരാസന്ധന്റെ അടുത്ത് കള്ളന്മാരെ പോലെ ബ്രാഹ്മണരാണെന്ന വ്യാജേനയല്ലേ ഇവർ പോയത്? അതേസമയം ജരാസന്ധൻ എന്ത് മര്യാദയോടെയാണ് ഇവരെ സ്വീകരിച്ചത്. എന്നിട്ടോ അവൻ കൊടുത്ത ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞത് ഈ കൃഷ്ണനാണ്. എന്നിട്ട് ആ ജരാസന്ധനെ ചതിച്ചു കൊല്ലുകയല്ലേ ഈ കൃഷ്ണൻ ചെയ്തത്? കൊല്ലിക്കുകയല്ലേ ചെയ്തത്? അത് മാത്രമല്ല, ഇവൻ വലിയ ലോകകർത്താവാണ്, സൃഷ്ടികർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെയുള്ള ചുറ്റിക്കളി ചെയ്തത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പാണ്ഡവന്മാരെയും അവൻ വഴിതെറ്റിക്കുകയാണ്. പോരാത്തതിന് ഇവർക്കെല്ലാം സ്തുതി പാടുവാനായിട്ട് ഒരു പടുവൃദ്ധൻ, അതായത് ഭീഷ്മർ. ശിശുപാലൻ അവിടെ നിന്നങ്ങനെ കത്തിക്കയറിയപ്പോൾ ഭീമൻ പല്ലൊക്കെ കാട്ടിച്ച് പിടിച്ച് ശിശുപാലനെ വധിക്കാനായിട്ട് ഓടിയെത്തി. അപ്പോഴേക്കും ഭീഷ്മർ പിടിച്ചു മാറ്റിയതുകൊണ്ട് തൽക്കാലം ശിശുപാലൻ രക്ഷപ്പെട്ടു. ഭീമനെ മാറ്റി നിർത്തിയിട്ട് ഭീഷ്മർ ഇപ്രകാരം ഭീമനോട് പറയുകയാണ്, കൃഷ്ണനോട് എതിർക്കുവാൻ ശിശുപാലൻ ഉണ്ടായ ഈ ആഗ്രഹം സ്വന്തമായി ഉണ്ടായതല്ല. ഇത് ജഗന്നാഥനായ ഭഗവാന്റെ നിശ്ചയപ്രകാരം ഉണ്ടായതാണ്. അതിന് സംശയമില്ല. എന്നെ ഈ ലോകത്തിൽ അധിക്ഷേപിക്കുവാൻ മരണമടുത്ത ദുഷ്ട ചൈദ്യനല്ലാതെ, ഈ ശിശുപാലനല്ലാതെ മറ്റേത് രാജാവിന് തോന്നും? ഇവന്റെ കയ്യിലുള്ള തേജസ് ഹരിയുടെ തേജസ്സിന്റെ അംശമാണ്. അതിൽ തർക്കമില്ല. എന്നാൽ ആ തേജസ് അവനിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കൃഷ്ണൻ ഇച്ഛിക്കുകയാണ്. അതുകൊണ്ടാണ് ഭീമ
ആ ദുർമതി ശാർദൂലം പോലെ നമ്മെ നിസ്സാരരെന്ന് വിചാരിച്ച് ഗർജിക്കുന്നത്. അവനൊരു പുലിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവന്റെ ഈ ശൗര്യമൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ഭീമ, നീയൊന്നടങ്ങൂ എന്ന് ഭീഷ്മർ പറയുകയാണ്. ശിശുപാലൻ ആരാണ് എന്ന ആ സത്യം അറിയാവുന്ന ഭീഷ്മർ ഇങ്ങനെയും കൂടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് അവന്റെ അവസാനം ആയിരിക്കുന്നു, അവന്റെ അന്ത്യത്തിനുള്ള വെടിമരുന്ന് അവൻ തന്നെ ഇട്ടുവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, ശിശുപാലനിൽ കാണപ്പെടുന്ന ഈ തേജസമ്പത്ത് ഇതാ ബുദ്ധി തെറ്റിയ മട്ടിൽ കാണപ്പെടുന്നു. ചേതി രാജാവിനും മറ്റു മന്നവന്മാർക്കും ബുദ്ധി പിഴച്ചിരിക്കുന്നു. ഈ നരവ്യാഘ്രനായ കൃഷ്ണൻ ആരെ തന്നിലേക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ ബുദ്ധി ഈ ചേതിപതിയുടെ ബുദ്ധി പോലെ തന്നെ തെറ്റിപ്പോകും. അതായത് ഭഗവാൻ ഈ ചേതി രാജാവിനെ തന്നിലേക്ക് ലയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ലയിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അവർക്ക് ബുദ്ധി തെറ്റുന്നത്, അവർ കൃഷ്ണനെതിരെ തിരിയുന്നത്. അപ്പോഴേ കൃഷ്ണൻ അവരെ വധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവരെ തന്നിലേക്ക് ലയിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വരമാണ് പണ്ട് ജയനും വിജയനും ചോദിച്ചത്. ഭഗവാനെ ദ്വേഷിച്ചുകൊണ്ടുള്ള 3 ജന്മം, അതിലെ അവസാനത്തെ ജന്മമാണിത്. അതുകൊണ്ട് ഭീഷ്മർ പറയുന്നു, ഇത് നിന്നെ കൃഷ്ണനിലേക്ക് എടുക്കാനുള്ള കൃഷ്ണന്റെ അടവാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ മിണ്ടാതിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശിശുപാലന് ക്രോധം അത്യധികമായി. കാരണം തൻ്റെ ഈ അംശം പോലും കൃഷ്ണന്റേതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ദ്വേഷിക്കുന്ന നമ്മുടെ ബലം കൃഷ്ണന്റെ ശക്തിയോ? കൊള്ളാം, ലജ്ജയില്ലാതെ വാഴ്ത്താൻ തന്നെ ഒരുങ്ങി നിൽക്കുകയാണല്ലേ നീ? പരന്മാരെ സ്തുതിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ, നിനക്ക് വേറെ ആളെ ഇങ്ങനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ദാ ഇവിടെ വേറെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, അവരെയൊക്കെ സ്തുതിച്ചുകൊള്ളൂ. എന്തിനാണ് ഈ കൃഷ്ണനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ശിശുപാലൻ പറയുകയാണ്, ഇതാ ഇന്ദ്രതുല്യ പരാക്രമിയായ കർണനെ നോക്കൂ, ആ കർണനെ പൂജിക്കൂ, കർണനെ സ്തുതിക്കൂ. അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് ശിശുപാലൻ ചോദിക്കുകയാണ്, ഇത്രയും വീരശൂര പരാക്രമികൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാലിച്ചെറുക്കനെ, ആ യാദവ ചെറുക്കനെ ഇങ്ങനെ പുകഴ്ത്താൻ നാണമില്ലേ എന്നാണ് ശിശുപാലൻ ചോദിക്കുന്നത്. അപ്പോൾ ഭീഷ്മർക്ക് ഈ ശിശുപാല വൃത്താന്തം കൃത്യമായിട്ടറിയാം. അതുകൊണ്ടും കൂടിയാണ് ഭീമനെ പിടിച്ചു വെച്ചത്. അങ്ങനെ ശിശുപാലന്റെ വൃത്താന്തം ഭീഷ്മർ എല്ലാവരോടുമായി പറയുകയാണ്. കേട്ടുകൊള്ളൂ, ഇതാ ഈ ശിശുപാലൻ ജനിച്ച സമയത്ത് അവന് 3 കണ്ണുണ്ടായിരുന്നു, 4 കൈകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ വികൃതമായ രൂപത്തോടുകൂടെ ജനിച്ച ഈ കുഞ്ഞിനെ കണ്ട് എല്ലാവരും വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കരുത്, ഇവൻ വലിയ വീരപരാക്രമിയായി തീരും എന്നൊക്കെ ഒരു അശരീരി ഉണ്ടായി. അത് കേട്ടപ്പോൾ ശിശുപാലന്റെ അമ്മ ആ അശരീരി കേട്ട സ്ഥാനത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എങ്കിൽ പറയൂ, ഇവൻ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കുക? ഇവന്റെ ഈ ഒരു വൈകൃതം എങ്ങനെ ഇല്ലാതെയാകും? അപ്പോൾ ആ അശരീരി വാക്യം വീണ്ടും പറയുകയാണ്, ഇവനെ ആര് മടിയിൽ വെച്ച് ഇരിക്കുന്നുവോ അപ്പോൾ ഇവന്റെ ഈ 3-ാം കണ്ണും ബാക്കിയുള്ള 2 കൈയും അവന് നഷ്ടപ്പെടുന്നുവോ എന്ന് വെച്ചാൽ അവന്റെ വൈകൃതം ഇല്ലാതെയാകും. പക്ഷേ ആരുടെ മടിയിൽ വെച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അവനായിരിക്കും ഇവന്റെ അന്തകൻ. ഇത് കേട്ടപ്പോൾ പിന്നെ ഓരോ രാജാക്കന്മാർ വന്നാലും ഈ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു കൊടുക്കും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. ഈ ശിശുപാലന്റെ അമ്മ വസുദേവരുടെ സഹോദരിയാണ്. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഈ രാജസന്നിധിയിൽ വന്നപ്പോൾ രാജാവ് ഈ ശിശുപാലനെ, കുഞ്ഞായ ശിശുപാലനെ ഭഗവാൻ കൃഷ്ണന്റെ മടിയിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ആ ശിശുപാലന്റെ 3-ാമത്തെ കണ്ണും ആ 2 കൈകളും, അതായത് ബാക്കിയുണ്ടായ 4 കൈകളിൽ 2 കൈകളും അപ്രത്യക്ഷമായി. പക്ഷെ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം കൃഷ്ണനാണോ ഇവന്റെ അന്തകൻ? അപ്പോൾ വസുദേവരുടെ സഹോദരിയായിട്ടുള്ള
ശിശുപാലന്റെ അമ്മ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, കൃഷ്ണ, നിന്റെ ഇളയമ്മയായ ഞാൻ നിന്നോട് യാചിക്കുന്നു, എൻ്റെ മകനെ കൊല്ലരുത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അച്ഛൻ പെങ്ങളെ, ഞാൻ ഇവൻ ചെയ്യുന്ന 100 തെറ്റ് ക്ഷമിച്ചുകൊള്ളാം, അതുവരെ അവനെ ഞാൻ കൊല്ലില്ല. പക്ഷേ അവൻ എന്നാണോ 101ാമത്തെ തെറ്റ് ചെയ്യുന്നത്, പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ഇത് പറഞ്ഞ് ഭീഷ്മർ പറയുകയാണ്, ഈ മന്ദബുദ്ധിയായ രാജാവിന് ഇത് വല്ലതും അറിയാമോ? ഇതൊന്നും അറിയാതെയാണ് നിന്നെ പോരിന് വിളിക്കുന്നത് ഭീമ. അവൻ ഗോവിന്ദന്റെ വരത്താൽ, അതായത് ഇവൻ ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ കാരണം പോലും കൃഷ്ണൻ കൊടുത്ത വരമാണ്. അവൻ 100 തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കുമെന്ന കൃഷ്ണന്റെ വരം കൊണ്ടാണ് അവൻ ഇത്രയും കാലം ഞെളിഞ്ഞ് ജീവിച്ചത്. ഇത് കേട്ടപ്പോൾ ശിശുപാലന് കൂടുതൽ ദേഷ്യമായി. അത് ശരി, ഇപ്പോൾ എല്ലാം കൂടെ എൻ്റെ ശ്രേഷ്ഠതയും കൂടെ അവൻ്റെ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞു വെക്കുകയാണോ? അവൻ്റെ വരബലത്താലാണ് എനിക്ക് ഈ ശക്തി കിട്ടിയത് എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കുകയാണോ? ഇങ്ങനെ ഭീഷ്മർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പോലും താഴ്ത്തിക്കെട്ടി സംസാരിച്ചപ്പോൾ, കാരണം കൃഷ്ണന്റെ ബലം കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ് താൻ ഇത്രയും കാലം ജീവിച്ചത് എന്ന സത്യം ഭീഷ്മർ വിളിച്ചു പറഞ്ഞപ്പോൾ അതിലും വലിയ അപമാനം വേറെ ഒന്നുമില്ലാതായി. അങ്ങനെ ശിശുപാലൻ ക്രോധത്തോടെ പറയുകയാണ്, ഈ പടുകിഴവനെ ഞാൻ ഇപ്പോൾ ചുട്ടുകരിക്കും. ഇത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, വെറുതെ എൻ്റെ അടുത്ത് വെല്ലുവിളിക്കാതെ നീ കൃഷ്ണനോട് പോരാടൂ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കൃഷ്ണനെ യുദ്ധത്തിന് വിളിക്കൂ. ഇത് കേട്ട് ശിശുപാലൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ജനാർദ്ദന വരൂ, എൻ്റെ അടുത്തേക്ക് യുദ്ധത്തിന് വരൂ എന്ന് ഭഗവാനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഈ വെല്ലുവിളി കേട്ടിട്ടും ശാന്തനായിട്ട് ഭഗവാൻ ആ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ശിശുപാലൻ ചെയ്ത ഏതാനും തെറ്റുകൾ മാത്രമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വൈരിയാണ് ഇവൻ. ഞങ്ങളുടെ അച്ഛൻ്റെ സഹോദരീപുത്രനായിരുന്നിട്ടുകൂടി ഞങ്ങളൊക്കെ പ്രാഗ് ജ്യോതിഷപുരത്തിൽ, അതൊരു സ്ഥലമാണ്, അവിടെ പോയ തക്കം നോക്കി ഈ ദുഷ്ടൻ ഞങ്ങളുടെ ദ്വാരകയ്ക്ക് തീ വെച്ചു. മുമ്പ് ഭോജരാജാവ് രൈവതകത്തിൽ അവിടെ ക്രീഡിക്കുന്ന തക്കം നോക്കി കൂട്ടരെ കൊന്ന് ചിലരെ ബന്ധിച്ച് തൻ്റെ പുരത്തിലേക്ക് ചെന്നു. എൻ്റെ അച്ഛൻ, കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ അച്ഛൻ അശ്വമേധത്തിനായി കാവലോടുകൂടി വിട്ട അശ്വത്തെ പാപിയായ ഇവൻ കട്ടുകൊണ്ടുപോയി. ഇവൻ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ യജ്ഞം മുടക്കുവാൻ പ്രയത്നിച്ചു. അതുപോലെ സൗവീരത്തിൽ പോവുകയായിരുന്ന ബഭ്രു എന്ന ആളിൻ്റെ തപസ്വിനിയായ ഭാര്യയെ അവൾക്കിഷ്ടമില്ല എന്നറിഞ്ഞിട്ടുകൂടി ഇവൻ വഴിക്ക് വെച്ച് കാമമോഹിതനായി ബലമായി അപഹരിച്ചു കൊണ്ടുപോയി. മായാവിയും മാതുലദ്രോഹിയുമായ ഇവൻ വൈശാല രാജകുമാരിയായ ഭദ്രയെ, കാരൂഷ രാജാവിനെ കിട്ടുവാൻ വേണ്ടിയാണ് ഈ ഭദ്ര തപസ് ചെയ്തത്. എന്നിട്ട് ഈ ശിശുപാലൻ കാരൂഷന്റെ വേഷം ധരിച്ചിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയി. അച്ഛൻ പെങ്ങൾക്ക് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഇവൻ ചെയ്ത ഈ വൃത്തികേടുകൾ മുഴുവൻ ഞാൻ ക്ഷമിച്ചത്. കാരണം അവർക്ക് ഞാൻ വാക്കു കൊടുത്തിരുന്നു, 100 തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കുമെന്ന്. ഞാൻ നിങ്ങളോട് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എണ്ണി നിൽക്കുകയായിരുന്നു. ഇവൻ 100 തെറ്റുകളും ചെയ്തു കഴിഞ്ഞു. ഇതാ 101ാമത്തെ തെറ്റ്. ഈ രാജസദസ്സിൽ വെച്ച് അവൻ ഈ രാജസൂയ യാഗം മുടക്കാൻ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇനി ഇവനോട് ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഉടനെ തന്നെ സുദർശന ചക്രത്തെ സ്മരിച്ചു വരുത്തി ആ ചക്രം കൊണ്ട് എല്ലാവരും കാണുകെ ശിശുപാലന്റെ തലയറുത്തു. അതേസമയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വലിയ ശരീരം നിലത്ത് വീഴുന്നതിനോടൊപ്പം തന്നെ ആ ശിശുപാലന്റെ ശരീരത്തിൽ നിന്നൊരു തേജസ് പുറത്തേക്ക് നിർഗമിച്ച് അത് ആകാശത്ത് പോയി കുറച്ചു നേരം നിന്ന് പതുക്കെ ഭഗവാനിലേക്ക് വന്ന് ലയിച്ചു. അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതേസമയം അവിടെയുണ്ടായ യുധിഷ്ഠിരൻ
ഈ ശിശുപാലന്റെ ശരീരം, മൃതശരീരം വിധിയാവണ്ണം സംസ്കരിച്ചു. അത് കഴിഞ്ഞ് ശിശുപാലന്റെ മകനെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു. മഹാ